ചെന്ത്രാപ്പിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുക്കൾ ചത്തു. സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീറിന്റെ പശുവും പശുക്കുട്ടിയുമാണ് ചത്തത്. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിന് പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലുണ്ടായത്. മിന്നലിന്റെ ആഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവസ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ പറഞ്ഞു. നൈറ്റ് കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. തൊഴുത്തിലായിരുന്നു. തൊഴുത്തിൽ നിന്ന് അഴിച്ചു കെട്ടി പുറത്തേക്ക് വന്നു. പശുവിനെ കറക്കാൻ പശുവിൻ്റെ ഇരത്ത് നിൽക്കണു. 2 പശുക്കളുണ്ടായിരുന്നു. രണ്ടാളും കുഴഞ്ഞു വീണു. പക്ഷേ ഒരാൾക്ക് സംഭവിച്ചു. അവരെ 2 തട്ടി ഞാൻ. പക്ഷേ ഇയാൾ വീണു. പിന്നെ എനിറ്റില്ല. മറ്റാൾ പെട്ടെന്ന് എനിറ്റു. കുട്ടിയും ഇതിൻ്റെ കുട്ടിയുണ്ട് 5 മാസമായ. ആ കുട്ടിക്കും സംഭവിച്ചു. കുട്ടിയും പോയി. സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന സുധീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മറ്റൊരു പശുവും മിന്നലാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. ഏകദേശം 25 വർഷമായി സുധീറിന്റെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷീരകൃഷി. 4 പശുക്കളും 2 പശുക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയും നഷ്ടമായത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്നത്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. അർഹമായ നഷ്ടപരിഹാരവും മറ്റ് സർക്കാർ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു പറഞ്ഞു. ഉപജീവനമാർഗമായിട്ടുള്ള വളർത്ത് പശുക്കൾ നഷ്ടപ്പെടുന്നതിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉളവാകുന്നതാണ്. ബന്ധപ്പെട്ട വെറ്റിനറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വില്ലേജ് കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ഉപജീവനമാർഗമായിട്ടുള്ള പശുക്കൾക്ക് തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ട് ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആണ് എനിക്ക് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. തൊട്ടടുത്ത പ്രദേശമായ അലുവ തെരുവിലും ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മാണിയത്ത് അബ്ദുള്ളയുടെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. TCV കയ്പമംഗലം.